മതിയുടെ ബാലു, മണി 7 ബാക്കി നാളെ ആവാം. നീ എവിടെയായിരുന്നു? സേതു നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വർക്കുണ്ടായിരുന്നു. സേതുവേട്ടനോട് അടുക്കളയില്ല, എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ നോക്കാം. എന്താടാ പരിപാടി? നമ്മുടെ പഴയ ചെമ്മീൻ കറി അമ്മയുടെ. ഓക്കെ, കറക്റ്റാ. ഇനിയൊന്നും ചെയ്യണ്ട, മുടി ഇട്ടേക്ക്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്തേക്ക്. ഈ ഇല ഒന്ന് കട്ട് ചെയ്തേക്കോ, ഞാൻ കുളിച്ചിട്ട് വരാം. ആ വേഗം ആയിക്കോട്ടെ. യേശുവിൻ കുട്ടികൾ ഇപ്പോൾ എത്തും. കത്തിയോടെ എടുക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. എൻ്റെ എന്താ? ലീഗലി എനിക്കിപ്പോഴും അതിന്മേലെ അവകാശമുണ്ടല്ലോ. അത് ഫോർഫിറ്റ് ചെയ്യുന്നത് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കെൻ്റെ ഷെയർ വേണം. ഏതോ നമ്മൾ അനിയൻ പറഞ്ഞേ കേട്ടോടാ. അവൻ ഈ വീട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് ഇപ്പോൾ നമ്മളെ സ്വത്തിൻ്റെ ഷെയർ കൂടി വേണമെന്ന്. അത് എൻ്റെയും കൂടെ അല്ലേ? ആയിരുന്നു. നീ ഈ വീട് വിട്ടു പോകുന്ന ദിവസം വരെ. ഞാൻ ആരെയും വിട്ടുപോയതല്ലല്ലോ. നിങ്ങളല്ലേ എന്നെ ഇവിടുന്ന് പുറത്താക്കിയത്. അതെന്തിന്? എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിന്. നിനക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഞങ്ങൾ, അല്ലെങ്കിൽ ആ മുസ്ലിം പെണ്ണ്. നീ നിൻ്റെ ഭാഗം ക്ലിയറാക്കി. അല്ലെങ്കിൽ നീ പണ്ടുപോലെ സ്വാർത്ഥന. നിനക്ക് നിൻ്റെ കാര്യം, നിൻ്റെ ജീവിതം എല്ലാം നിനക്ക് വേണം. തുടങ്ങിയല്ലോ വലിയേട്ടൻ കളി. നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. എപ്പോഴെങ്കിലും എന്നോട് സ്നേഹത്തോട് ഒന്ന് പെരുമാറിയിട്ടുണ്ടോ? സ്നേഹിക്കാൻ പറ്റിയ ഒരുത്തൻ. അച്ഛൻ്റെ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഓർമ്മയുണ്ടോടാ? നിൻ്റെ പഠിത്തം മുടങ്ങരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നെ അറിയിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടത്തിയത്. അന്നേ നീ ഡൽഹിയിൽ നിൻ്റെ കാമുകിയായിട്ട് അഴിഞ്ഞാടി നടക്കുകയായിരുന്നു. ചെറ്റ വർത്താനം പറയരുത്. ഇവിടെ എന്തിനിപ്പോൾ പഴംപുരാണോ ഒക്കെ വിളമ്പുന്നത്? വിളമ്പൂടാ. 2ാമത്തെ അറ്റാക്കിൽ അച്ഛൻ പോയി. നീ കാരണം. നീ ഒറ്റൊരുത്തൻ കാരണം. ഒരുപാട് വർത്താനം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്തോടാ പന്നി? പറയടാ. ഇതെന്താണ് വിശ്വട്ടത്? ഇത് എന്ത് കാണിക്കണം? ഈ സമയത്തേക്ക് നിനക്കൊന്നും മര്യാദിക്കുന്നോടെ? ഞാൻ ആദ്യം അവനോട് പറയടാ. അവനല്ലേ ഈ വീട്ടിലെ ബുദ്ധിയുള്ള കുട്ടി. ഞാൻ താന്നോന്നിയാണല്ലോ മുൻദേശക്കാരൻ. നിർത്ത് ഭാസ്കർ. എന്താ പ്രശ്നം? നിനക്ക് സ്വത്ത് കിട്ടിയാൽ പോരെ? എൻ്റെ നീ എടുത്തോ. പ്രശ്നം തീർന്നില്ലേ? എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട. ഇവിടുന്ന് എനിക്ക് എന്താണോ ഉള്ളത് അതാണ് ഞാൻ ചോദിച്ചത്. ലീഗലി എനിക്ക് കിട്ടേണ്ടത്. ലീഗലി നിനക്ക് ഇവിടെ കിട്ടും. സ്വത്തും ചോദിച്ചു വന്നിരിക്കുന്നു. ഉളുപ്പില്ലേടാ നിനക്ക്? നിങ്ങളെക്കാളും എനിക്ക് ഉളുപ്പുണ്ട്. അതേടാ, നീ തന്നെ പറയേ. നീ അന്ന് അവൾ ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയത് ആരാടാ? അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ, അച്ഛൻ പോയപ്പോൾ, പിന്നെ അമ്മ കിടപ്പിലായപ്പോൾ ആരാടാ നോക്കിയത്? നീയോ? അതോ 5 കുളിക്കാൻ അറിയാത്ത ഈ പൊട്ടനോ? നീ ഇവിടെ നിന്ന് പോയതിന് ശേഷം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ മാനക്കേടുകാരൻ. എന്നോട് പോലും പലരും ചോദിച്ചിട്ടുണ്ട്, എന്നാ നാട് വിട്ട് പോകണം. ഒരു തരി മണ്ണ് കിട്ടില്ലടാ നിനക്ക്.
നല്ല രസമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? രഞ്ജിഷ് എന്ന് വെച്ച വേദന, പെയിൻ. ഈ പാട്ടിലെ കവി അയാളുടെ എക്സ് ലവറിൻ്റെ അടുത്ത് തിരിച്ചു വരാൻ പറയുക, വീണ്ടും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ കൂടി. നിഖിലിന് ഇഷ്ടമാവും തോന്നിയിരുന്നു. അതെങ്ങനെ തോന്നി, അത്ര തന്നെ. എൻ്റെ കോളേജിലൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഒരു ജർമ്മൻ നാഷണൽ. എൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റൊക്കെ ആളെ ഗൈഡ് ചെയ്ത്. അപ്പോൾ ഞാനിതുപോലെ ഒരു ദിവസം പുള്ളിക്ക് ഈ പാട്ട് കേൾപ്പിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്നെ രഞ്ജിഷ് എന്നാ വിളിക്കുക. ഫോണിലൂടെ എൻ്റെ പേര് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നു. ഞാനും അങ്ങനെ വിളിക്കാം, രഞ്ജേഷ്. താഴെ പിന്നെയും നല്ല സീനായിരുന്നു അല്ലേ? അച്ഛനിടയ്ക്ക് അങ്ങനെ ഒട്ടും റീസണബിൾ അല്ല. എൻ്റെ അച്ഛനും കാര്യം പുറമെ he comes out as liberal and very open minded, but ഉള്ളിൽ പഴഞ്ചനാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൺസർവേറ്റീവ് ആൻഡ് നാരോ മൈൻഡ്. ഉള്ളിലുള്ളത് അങ്ങനെ പുറത്ത് കാണില്ല, ഒളിപ്പിക്കാനാളും എടുക്കല. എൻ്റെ അച്ഛൻ നേരെ തിരിച്ചാ. പുറത്ത് ഭയങ്കര റഫാണെങ്കിലും ഉള്ളിൽ ഭയങ്കര പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ളിലുള്ളതെല്ലാം അങ്ങനെ പുറത്ത് പറയും. പക്ഷെ അമ്മ അങ്ങനല്ല. God, I hate her. Really? Jayashree auntie was she made me really comfortable the other day. ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വന്നു നോക്കാം, അപ്പം കാണാം ഈ കംഫർട്ടബിളൊക്കെ. ഞങ്ങൾ തമ്മിൽ ഫുൾ ടൈം അടിയാണ്. ആക്ച്വലി ഇവിടെ എല്ലാവർക്കും അറിയാതെ. That is surprising. അങ്ങനെ സർപ്രൈസിങ് ആയിട്ട് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. സേതുങ്ങൾ എന്തേ കല്യാണം കഴിച്ചില്ല? അറിയില്ല, മൂപ്പരൊരു ടൈപ്പല്ലേ, പെണ്ണിട്ടാൻ ബുദ്ധിമുട്ടായി കാണും. ടൈപ്പോ? ശ്രദ്ധിച്ചിട്ടില്ല. ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര പെക്യൂലിയറാണ്. പിന്നെ ചെറുതിൽ എന്തോ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ലെക്സിയ പോലെ എന്തോ. പിന്നെ എല്ലാവരും മൂപ്പരൊരുമാരല്ലേ ട്രീറ്റ് ചെയ്യുന്നത്, അതൊക്കെ എഫക്റ്റ് ചെയ്ത് കാണും. അതിര സിംഗിളാണോ? കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടല്ലോ. No, I'm just really comfortable with you now. ഇപ്പാണ്. എന്ത് പറ്റി? ഇയാൾ എപ്പോഴും ഇത്ര ഷൈ ആണോ? Not really. പിന്നെ പിന്നെ അതിര ചിരിച്ചപ്പോ something crossed my mind. എന്ത്? തനുട്ടി തനുട്ടി ഇതാരാ? എന്താ ഇതാരാ? അവിടെ എന്താ? അവിടെ കളിയാട്ടത്തിന് കൊണ്ട് ലീവ് ഒരു 3 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം.
റിവ്യൂ മീറ്റിങ്ങിന് ഞാൻ ഓൺലൈനായി കയറിക്കോളാം സാർ. ഞാൻ പറഞ്ഞില്ലേ സാർ അമ്മയുടെ കാര്യം. ഓക്കെ ഓക്കെ സാർ, ശരി. എങ്ങനെയുണ്ട്? അമ്മ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് എനിക്കറിയില്ല. ഇത്ര ദിവസം റയറാണ്. നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ക്ലോസ് ആയിട്ട് തന്നെ ഡോക്ടറെ 4 ദിവസമായിട്ട് ഞങ്ങൾ നോക്കുന്നത്. അറിയാം, ഞാൻ അന്ന് പറഞ്ഞില്ലേ ബോഡി ജീവൻ നിലനിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. എത്ര കാലം? അതിപ്പോൾ ഞാനിങ്ങനെ പറയാം. അത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ വണ്ടി വെച്ച് കാശിൽ നിന്ന് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്താ ചെയ്തോളൂ. ഒരാളെപ്പം മരിക്കുന്നു ഒരാളെ കഴിവൊന്നും എനിക്കില്ല. ഞങ്ങളെല്ലാം പഠിച്ചത് ജീവൻ രക്ഷിക്കാനാണ്, തിരിച്ചല്ല. കാണുമ്പോൾ ഒത്തിരി കൊണ്ട് വലിയ കുടുംബമാണല്ലോ, നോക്കിക്കൂടെ സ്വന്തം അമ്മേനെ? അതെ, കുട്ടികൾ കളിയാട്ടം കാണാൻ പോകണമെന്ന് കുറേ പേര് പറയണു. ഏതോ ചെറിയ അമ്മയുടെ അടുത്താക്കിയിട്ട് പോവാം. ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കണേക്കാൾ നല്ലത് പോയിട്ട് രാത്രി തിരിച്ചു. നീ റെഡി ആയില്ലടാ? ഇത് വിചാരിച്ച കാലത്ര എളുപ്പമല്ല. ഇത്ര വലിയ കാര്യമൊന്നുമല്ലത്. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് എന്താ ഇവിടെ അവിടെ കയറ്റുക. ഓക്കെ അല്ലേ? ആ ലീവ് നീട്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെങ്ങനെ ശരിയാവും ചേട്ടാ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റുമോ? ഞാനും അത് തന്നെ ആലോചിക്കുന്നു. നമുക്ക് നോക്കാം. പക്ഷേ കിടക്കണത് എൻ്റെ അമ്മയാണ്. എന്തെങ്കിലായ ഞാൻ അറിയിക്കാം. നമുക്ക് പോവാം. ആ ഇറങ്ങിയാലോ? ആ